വക്രദൃഷ്ടി തുടരുന്നു. ഇനി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു തീപ്പൊരി പ്രസംഗം കേൾക്കാം. CPM അക്രമത്തിനെതിരെ മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് CPM-ന് ശോഭാ സുരേന്ദ്രൻ അന്ത്യശാസനം നൽകുന്നത്. ഉറങ്ങിക്കിടക്കുന്ന പ്രവർത്തകരെ വെട്ടിക്കൊന്ന് കൊലപ്പെടുത്താനുള്ള ആണത്തമല്ലടോ മാർക്സിസ്റ്റ് പാർട്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ ചെയ്യേണ്ടത്. നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ഗുണ്ടകളായിട്ടുള്ള കിർമാണി മനോജും അതുപോലെ തന്നെയുള്ള കൊടിസുനിമാരും വേണ്ട. ഞങ്ങളുടെ പ്രവർത്തകർ അമ്മയ്ക്ക് വേണ്ടി വന്ദേ മാതര ഗാനം വിളിച്ചുകൊണ്ട് വന്ദേ മാതരം ജപിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണ സ്ഥലം നിശ്ചയിച്ചോ, തീയതി കുറിച്ചോ, എവിടെയാണ് ഗ്രൗണ്ട് എന്ന് തീരുമാനിച്ചോ. ഞങ്ങളുടെ പ്രവർത്തകർ വരണമെങ്കിൽ പ്രവർത്തകർ വരും. അല്ല BJP-യുടെ നേതാക്കന്മാരുമായിട്ടാണ് ദ്വന്ദ്വ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറെടുക്കുന്നതെങ്കിൽ ആണായിട്ട് നേരിന് നിന്ന് നേരായ വഴിയിൽ പോരിനുള്ള സമയം കുറിച്ചോ എന്ന് ഈ CPM-ന്റെ അരുങ്കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനെ വെല്ലുവിളിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുക. നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാനെത്താം. എന്റെ പേര് ജഗന്നാഥൻ എന്നാണ്, ഞാനെത്തും. ഈ വളയിട്ട കൈകളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ജീവിക്കാൻ വേണ്ടി, അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി വളയിട്ട കൈകളെ കൊണ്ട് ആയുധം പിടിപ്പിക്കരുത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ അറിയിക്കാൻ ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി കേട്ടിട്ടുണ്ടോ? പാരട്ടെ, നിന്റെ ധാരാവി എനിക്ക് ഇതാടാ. ഇത് നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി ഇനി നിങ്ങളെ രക്തദാഹിയാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇനി കോടിയേരി ബാലകൃഷ്ണനെ രക്തദാഹിയാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. കോഴിക്കോട് മുൻ DCC പ്രസിഡന്റ് KC അബുവിനെ വക്രദൃഷ്ടിയിൽ എല്ലാ ദിവസവും കാണിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. വേറെയും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമുണ്ട് ഈ നാട്ടിൽ. പക്ഷേ KC അബുവിനെ ഒഴിവാക്കാൻ അബു സമ്മതിച്ചിട്ട് വേണ്ടേ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുക സ്വാഭാവികം. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ പോലീസുകാര് ജലപീരങ്കി ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചു. എനിക്ക് അഭിപ്രായമില്ല. കല്യാണത്തിനൊക്കെ വരുന്ന സമയത്ത് നവവധൂവരന്മാരെ പനിനീർ തളിക്കുന്നത് പോലെ ചൂടുള്ള സമയത്ത് വന്ന ഈ കുട്ടികളെ അസഹ്യമായ ചൂടിൽ നിന്ന് ചെറിയൊരാശ്വാസം പകരുവാൻ പോലീസുകാർ പനിനീര് നടത്തുന്നു. അത് ഞാൻ അന്വേഷിച്ചു. നല്ല വെള്ളമാണ് ഒക്കെ അടിച്ചത്, മോശമൊന്നുമല്ല, നല്ല വൃത്തിയുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾ വേറൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചൂടിനൊരു ആശ്വാസം. മുഖ്യമന്ത്രി പിണറായിയെ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ പനീർ സെൽവം എന്ന് തെറ്റായി സംബോധന ചെയ്തതിനെക്കുറിച്ച് KC അബു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇരട്ട ചങ്കുള്ള പിണറായി വിജയനെ കേന്ദ്രമന്ത്രി പാസ്വാൻ വിളിച്ചത് പനിനീർ സെൽവമെന്നാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ പിക്കറ്റിംഗിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ, അദ്ദേഹത്തോട് എത്രമാത്രം അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ടെങ്കിലും രാഷ്ട്രീയമായി വിരോധമുണ്ടെങ്കിലും പനിനീർ സെൽവം എന്ന് വിളിച്ച നടപടിയെ ഞാൻ അപലപിക്കുന്നു. മഹാത്മാഗാന്ധിജിയെയും നരേന്ദ്രമോദിജിയെയും താരതമ്യം ചെയ്ത് കോഴിക്കോട് DCC പ്രസിഡന്റ് T. സിദ്ദിഖ് പറഞ്ഞതിനോട് KC അബുവിന് വിയോജിപ്പാണ്.
ഇവിടെ സിദ്ദീഖ് പറഞ്ഞ ചില കാര്യങ്ങളോട് ശക്തമായി ഞാൻ വിയോജിക്കുകയാണ്. സിദ്ദീഖ് പ്രസംഗിച്ചു, മഹാത്മാഗാന്ധി തങ്കക്കട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി കടല പിണ്ണാക്കാന്ന് പറഞ്ഞു. ആ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു. മഹാത്മാഗാന്ധി തങ്കക്കട്ടിയാണെങ്കിൽ നരേന്ദ്രമോദി ആട്ടിൻകാട്ടമാണ്. പിണ്ണാക്കിനൊക്കെ പറഞ്ഞാൽ മനുഷ്യന് ഉപയോഗമുള്ളതാണ്. ഇനി പിണറായി മന്ത്രിസഭയെക്കുറിച്ച് KC അബുവിൻ്റെ നിരീക്ഷണം. ഒരാൾ ബന്ധു നിയമനം മൂപ്പര് പുറത്തു പോകേണ്ടി വന്നു. പിന്നെയുള്ളത് മണിയാശാൻ പടുത്ത് പുറത്തു പോകും. മേഴ്സിക്കുട്ടിയമ്മ ക്ഷമിക്കണം, മേഴ്സിക്കുട്ടിയമ്മയും അവരെ ഭർത്താവും കൂടി അണ്ടി ഇറക്കിയ വകയിൽ 10 കോടി രൂപന്റെ അണ്ടി ഇങ്ങനെ ഇറക്കുമതി ചെയ്ത വകയിൽ പിടികൂടപ്പെട്ടിരിക്കുക. നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞ അണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുക. അപ്പൊ എല്ലാം കൊണ്ടും തകർന്ന ഒരു ഗവൺമെന്റാണ്. 2 ഗവൺമെന്റും ഒരുപോലെയാണ്. വീണ്ടും ഇടവേള. വിവരാവകാശ തല്ല്. മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യമെടുത്താൽ ചില തീരുമാനങ്ങൾ പുറത്തു പോകും മുൻപ് നടപ്പാക്കേണ്ടതുണ്ടാകും. അത് വേണ്ടാന്ന് വെക്കാൻ ആർക്കും അധികാരമില്ല. തണുപ്പത്ത് പീഡിയത്തിനെ കിടന്ന് നിന്റെ പിരി ഇളയിപ്പോടാ. ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും. നീ കിളക്കും.